ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വേഗൻ ലേണിംഗ്. ഇറ്റ്സ് മീ ഫാസിൽ. മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് നെസ്റ്റഡ് സ്ട്രക്ചർ. എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ? സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? പക്ഷേ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, അതിനെങ്ങനെയാണ് കോഡ് എഴുതുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. നെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഈഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് വന്നാൽ നെസ്റ്റഡ് ഇഫ്, ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് വന്നാൽ നെസ്റ്റഡ് ലൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ വന്നാൽ അത് നെസ്റ്റഡ് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ. ഓക്കെ, ദ ഇന്നർമോസ്റ്റ് മെമ്പർ ഇൻ എ നെസ്റ്റഡ് സ്ട്രക്ചർ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ചെയിനിങ് ഓൾ ദ കൺസേർവ്ഡ് സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിന്റെ അകത്ത് വേറൊരു സ്ട്രക്ചർ വന്നാലാണല്ലോ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? നമുക്ക് സിൻടാക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നെസ്റ്റഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോഡ്, ഈ C++ കോഡ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെസ്റ്റഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാം പേപ്പറിലും ഇതേ കോഡ് തന്നെ നിങ്ങൾക്ക് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ കോഡ് കാണില്ല, നമ്മൾക്ക് അല്ലാതെയുള്ള ഒരു കോഡാണ്. നോക്കിക്കോളൂ, ഇവിടെ എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചറിന്റെ പേര് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ മെമ്പേഴ്സ് ആയി വരുന്നത് ഇന്റ് ബേസിക് ആൻഡ് ഇന്റ് ഡിയും ബേസിക്കും ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചർ മെമ്പർ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് പേ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ? ആൻഡ് അടുത്ത സ്ട്രക്ചറിന്റെ പേരെന്താ? എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ മെമ്പേഴ്സിൽ നോക്കിക്കോ, ഇന്റ് ID, ദെൻ ക്യാർ നെയിം, ഐഡിയും നെയിമും, ദെൻ പിന്നെ ഒന്ന് കാണുന്നുണ്ട്, ദിസ് ഈസ് എ സ്ട്രക്ചർ മെമ്പർ. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഒരു മെമ്പർ ആണ് സ്ട്രക്ട് പേ പി. അതെന്താ സ്ട്രക്ട് പേ പി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് തൊട്ടു മുമ്പ് നമ്മൾ കണ്ട പേ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ രണ്ടാമത്തെ സ്ട്രക്ചറിന്റെ ബോഡിക്കകത്ത്, എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ബോഡിക്കകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഓക്കെ, സ്ട്രക്ട് പേ പി. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ ഒരു സെമികോളൻ കൊടുക്കണം. അതായത് എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? രണ്ട് സ്ട്രക്ചർ, പേ ആൻഡ് എംപ്ലോയി. എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് പേ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്ത് കാണുന്ന മെയിൻ ഫംഗ്ഷൻ നോക്കിക്കോളൂ മക്കളെ. മെയിൻ ഫംഗ്ഷനിൽ എന്താ പറയുന്നത്? വോയിഡ് മെയിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റ് മെയിൻ എന്ന് കൊടുക്കാം. ദെൻ മെയിനിന്റെ അകത്ത് നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഒരു സ്ട്രക്ചർ മെമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ മെമ്പർ അല്ല, സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ട് എംപ്ലോയി ഇ എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കറിയാം സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രക്ചർ മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ബൈ യൂസിങ് ദ ഡോട്ട് ഓപ്പറേറ്റർ. ID = 101. ഓക്കെ അല്ലേ? ഇ എന്ന് പറയുന്ന എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മെമ്പർ ആണ്. ആൻഡ് name = ABC. അതും ഓക്കെയാണ്. ദെൻ ഇനി നമുക്ക് ബേസിക്കും ഡിഎയും കിട്ടണം, വേണ്ടേ? സോ അപ്പൊ ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുന്ന് P അല്ലെ? P ബേസിക്. എന്ന് പറയുന്ന എംപ്ലോയീസ് ഡാറ്റ സ്ട്രക്ചറിലെത്തും. ആൻഡ് ഡാറ്റ സ്ട്രക്ചർ അല്ല, സ്ട്രക്ചറിലെത്തും. ദെൻ പിന്നെ അവിടുന്ന് P എന്ന് പറയുന്ന പേയുടെ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോകും? പേ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തേക്ക് പോകും. എന്നിട്ട് ബേസിക് ആക്സസ് ചെയ്യും. ബേസിക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10,000 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആൻഡ് DA എങ്ങനെ ആക്സസ് ചെയ്യുക? P.DA. ക്ലിയർ അല്ലേടാ? ഈ ഒരു ഒറ്റ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നെസ്റ്റഡ് സ്ട്രക്ചർ ക്ലിയർ ആവും. ദെൻ മെയിൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് രീതിയിൽ നമുക്ക് നെസ്റ്റഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്ട്രക്ചറിന്റെ ബോഡിക്കകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ പറയുന്നത്. ഡേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കിക്കോളൂ. സ്ട്രക്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ദെൻ അതിന്റെ മെമ്പേഴ്സ് ആണ് ഡേ, മന്ത്, ഇയർ. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ സ്ട്രക്ചർ ആണ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മെമ്പേഴ്സ് ആണ് ഇന്റ് അഡ്മിഷൻ നമ്പർ, ക്യാർ നെയിം, ദെൻ ഡേറ്റ് ഓഫ് അഡ്മിഷൻ. കണ്ടോ? DT admin.
DTADM എന്ന് പറയുന്നത് എന്താ? മുകളിൽ നമ്മൾ കണ്ട ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ് ഏത്? DT_ADM എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്ട്രക്ചർ മെമ്പർ ആണ് ആര്? ഫ്ലോട്ട് ഫീ. എന്നിട്ട് നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ എക്സാമ്പിൾ ഇല്ലേ, അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡെഫിനിഷൻ എ പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ ഡെഫിനിഷന്റെ അകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ വി ക്യാൻ കോൾ ദിസ് ഈസ് ദ നെസ്റ്റഡ് സ്ട്രക്ചർ. ആൻഡ് അനദർ മെത്തേഡ് നോക്കൂ. ഇവിടെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ദാ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ബോഡി ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. ആദ്യത്തെ മെമ്പേഴ്സ് int admission number char name. ബട്ട് ആ സ്ട്രക്ചറിന്റെ ബോഡിക്കകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ ബോഡി വരിക. നേരത്തെ നമ്മൾ വേരിയബിളാ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എന്താണ്? ആ സ്ട്രക്ചറിന്റെ ബോഡിക്കകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ ബോഡി തന്നെ ഡെഫിനിഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഹിയർ ഇതാ കണ്ടോ, ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അകത്ത് വരികയാണ്. അതിന്റെ മെമ്പേഴ്സ് ആണ് ഡേ, മന്ത്, ഇയർ. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമിക്കോളൻ ഇടുന്നതിന് മുമ്പ് വേരിയബിളിന്റെ പേര് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ ഫ്ലോട്ട് ഫീ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് നെസ്റ്റഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. ഒരു സ്ട്രക്ചറിന്റെ അകത്ത് വേറൊരു സ്ട്രക്ചർ വന്നാൽ നെസ്റ്റഡ് സ്ട്രക്ചർ ആണ്. ആ വേറൊരു സ്ട്രക്ചർ വരുന്നത് അതിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിളോ ആവാം. ക്ലിയർ അല്ലേ? ആൻഡ് നോക്കൂ, അതിന്റെ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാ വരും? നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ അതിന്റെ അകത്താണല്ലോ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. സോ ആദ്യത്തത് അതിന്റെ അഡ്മിഷൻ നമ്പർ, ദെൻ അഡ്മിഷൻ നമ്പർ, നെയിം. പിന്നെ നമ്മുടെ എന്താണുള്ളത്? ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ഡേറ്റിന്റെ ഡേ, മന്ത്, ഇയർ. ഡേ, മന്ത്, ഇയർ അതൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് അത് വീണ്ടും കേർലി ബ്രാക്കറ്റിൽ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെന്താ ഉള്ളത്? ഫീ ആണുള്ളത്. സോ ഫീയുടെ വാല്യൂ ദാ 575 എന്നുള്ള ഫീയുടെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ദാ എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ, എസ് ഡോട്ട് നെയിം, എസ് ഡോട്ട് നെയിം അല്ലേ? ദാ അല്ലെങ്കിൽ നമ്മൾ ഡേ, മന്ത്, ഇയർ എന്ന് പറയുന്നത് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മെമ്പേഴ്സ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? എസ് ഡോട്ട് DTADM നമ്മൾ പറഞ്ഞു ആ സ്ട്രക്ചറിന്റെ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ്. ഡോട്ട് ഡേ കണ്ടോ? ഡോട്ട് ഡേ. വീണ്ടും എസ് ഡോട്ട് DTADM ഡോട്ട് മന്ത്, എസ് ഡോട്ട് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, DTADM എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആണ്. ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഡോട്ട് ഇയർ. ക്ലിയർ അല്ലേടാ? അപ്പോ ആ ഒരു സ്ട്രക്ചർ നമ്മളുണ്ടോ എസ് ഡോട്ട് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഡോട്ട് ഇയർ ഡോട്ട് മന്ത് അങ്ങനെയല്ലേ പറഞ്ഞത്. അതിന് ജനറലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നോക്കിക്കോ, ഔട്ടർ മോസ്റ്റ് വേരിയബിൾ ദാ ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് അല്ലേ? അതായത് നമ്മുടെ കേസ് എങ്ങനെയാ? ഈ ഡോട്ട് എംപ്ലോയി എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട് പി ഡോട്ട് DA. ക്ലിയർ അല്ലേ? ഇ ഡോട്ട് പി ഡോട്ട് DA. സോ നമുക്ക് ജനറലി പറയാം ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ്. ഇതാണ് മക്കളെ നെസ്റ്റഡ് സ്ട്രക്ചർ. ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി നെസ്റ്റഡ് സ്ട്രക്ചറിന്. ആദ്യം നെസ്റ്റഡ് സ്ട്രക്ചറിന് നിങ്ങളൊരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതുപോലെ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതേ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് പറയണം ഒരു സ്ട്രക്ചറിന്റെ ബോഡിക്കകത്ത് വേറൊരു സ്ട്രക്ചറിന്റെ ബോഡി വന്നാലും അത് എന്ത് തന്നെയാണ്? നെസ്റ്റഡ് സ്ട്രക്ചർ തന്നെയാണ്. ആൻഡ് പിന്നെ അതിന്റെ ആക്സിസ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കണം. ജനറൽ സിൻടാക്സ് ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് ഇങ്ങനെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് കാണാം. അതുവരെ ഇറ്റ്സ് മീ ഫാസിൽ ഫ്രം ഏഗൻ ലേണിംഗ്. ബൈ ബൈ.